Good morning, ladies and gentlemen. Welcome to your favorite. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അപ്പോൾ ഞാൻ കുറച്ച് പർച്ചേസസ് നടത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പോഡ്ഷാസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനൊരു പോഡ്കാസ്റ്റ് എന്നൊക്കെ പറയാമെന്ന് എനിക്ക് തന്നെ അറിയണം. പക്ഷെ ഞാൻ ഒരുപാട് വള എന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളും ടെക്കും സിനിമയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ടോക്ക് ഷോ പോലത്തെ ഒരു സാധനം ഞാനിപ്പോൾ സ്പോട്ടിഫൈയിൽ ഇട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൻ്റെ ഒരു വീഡിയോ പതിപ്പായിട്ട് ഞാൻ നമ്മുടെ അൽ ഷസാം എന്ന് പറഞ്ഞ ചാനലിൽ ഇടാറുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് സമയമുണ്ടെങ്കിൽ, നമ്മൾ വളവളാന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ എൻകൗണ്ടർ ചെയ്യുന്ന 2-3 പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മൈക്കിൻ്റെ ക്ലാരിറ്റി വളരെ മോശമാണ്. നമുക്ക് വീഡിയോനെയും കാട്ടിലും മൈക്ക് ക്ലാരിറ്റി ഈസ് വാട്ട്സ് ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു പോഡ്കാസ്റ്റ്. നമ്മൾ സംസാരിക്കുന്നത് ആൾക്കാരിലോട്ട് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തു. അതെന്തൊക്കെയാണ് എന്ന് ഞാനിങ്ങനെ കാണിച്ചു തരികയാണ്. അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല ഞാൻ മേടിച്ച സാധനങ്ങൾ. ഒന്നാമത്തെ കാര്യം, എല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ മൈക്ക് ഒരെണ്ണം എടുത്തു. നമ്മുടെ റോഡിൻ്റെ പോഡ് മൈക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് ഏകദേശം 5 വർഷം പഴക്കിയ ഒരു മൈക്കാണ്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ മൈക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഇതിനെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഷോർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, SHURE. അത് കിഡിലം ബ്രാൻഡാണ്. അതിൻ്റെ ഒരു MB7 എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊക്കെ അടിപൊളി സാധനമാണ്. ഇത് സത്യം പറഞ്ഞാൽ USB Type-C to Type-C കണക്ടർ ഇല്ല ഇതിൽ നമ്മൾ നമ്മുടെ ക്ലാസിക് XLR കേബിള് വെച്ച് വേണം ഈ സാധനം കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് XLR കേബിളും കൊടുക്കാനുള്ള സാധനം ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് ഇതിൻ്റെ തന്നെ ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ട് വരുന്ന ഈ SLR കേബിളിൻ്റെ കണക്ടിവിറ്റിയും Type-C കേബിൾ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കുണ്ട്, റോഡിൻ്റെ സെയിം സാധനം. ഇതിൻ്റെ ഇപ്പോൾ ഇറങ്ങിയൊരു വെർഷൻ, 1 വർഷം എന്തോ ആയിട്ടുള്ളൂ. അത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിലോ നിങ്ങളുടെ ഈ കമ്പ്യൂട്ടറിലെ ലാപ്ടോപ്പിൽ Type-Cയിലോട്ടൊക്കെ കണക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ മൈക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം തോന്നിയില്ല. ബിക്കോസ് എനിക്ക് കുറച്ച് ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചൊരു സാധനമുണ്ട്. അപ്പം ആ സൗണ്ട് കിട്ടാൻ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സാധനമാണ്. സ്ട്രീമർ X എന്നാണ് ഇതിൻ്റെ പേര്. റോഡിൻ്റെ സെയിം സാധനമാണ്. ആൻഡ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് വിത്ത് പ്രീആംപ് ആയിട്ടുള്ള സാധനം വെച്ചാണ് വരുന്നത്. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ ഹെഡ്ഫോൺസ് ജാക്ക് കണക്ട് ചെയ്യണമെങ്കിൽ, അതായത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ സമയത്താണെങ്കിലും നമ്മൾ മൈക്ക്, അതായത് ഫാൻറ്റം 48 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ മൈക്കിൻ്റെ ഒരു മൂർധാവ് നമുക്ക്, അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്കിത് അൺലോക്ക് ചെയ്ത് തരും. സ്ട്രീമർ Xൻ്റെ വേറൊരു പ്രത്യേകത, ഈ സാധനം വെച്ച് തന്നെ നമുക്ക് സ്ട്രീം ചെയ്യാനും പറ്റും. അതായത് നമ്മളിപ്പോൾ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യുക, നമുക്ക് PS5 അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ HDMI പോർട്ട് വരുന്നുണ്ട്. സോ ആ HDMI പോർട്ട് വഴി നിങ്ങൾക്ക് ഈ സാധനം സ്ട്രീമിങ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇറ്റ് ഈസ് ആക്ച്വലി എ സ്ട്രീമർ വിത്ത് പ്രീആംപ്. അപ്പം നമുക്കിതിൽ മറ്റേ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. മ്യൂട്ട് ഓപ്ഷൻസ്, വീഡിയോ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഹെഡ്ഫോൺസിൻ്റെ കൺട്രോള്, മൈക്കിൻ്റെ കൺട്രോള്. പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് റോഡ് സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ റോഡ് സെൻട്രൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മൈക്കൊക്കെ കുറച്ചും കൂടെയൊക്കെ ട്വീക്ക് ചെയ്യാൻ പറ്റും. ബേസ് കൂട്ടണോ, ട്രിബിൾ കൂട്ടണോ, ഡീനോയ്സ്, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ സ്പീക്കർ വെച്ചിട്ട് ആണ് അത് ഉണ്ടാക്കാന്നൊക്കെ ആണെങ്കിൽ നടക്കൂല. അതായത് നമ്മൾ സ്പീക്കർ നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ സ്പീക്കറോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന TV മോണിറ്ററിൻ്റെ സ്പീക്കറൊക്കെ വെച്ചിട്ട് നമുക്കത് കിട്ടൂല. അതിനാണ് ഈ നമ്മുടെ ബെയർ ഡൈനാമിക്സിൻ്റെ DT770 Pro എന്ന് പറയുന്ന ക്ലോസ്ഡ് ബാക്കാണ്. ഇതിൻ്റെ ഒരു 900 സീരീസിൽ ഓപ്പൺ ബാക്കാണ്. ഓപ്പൺ ബാക്ക് ചെയ്യുന്നവർ മിക്കവരും ഒരു മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഓപ്പൺ ബാക്കിൻ്റെ ഒരു യൂസേജ് വരുന്നത്. അപ്പം നമ്മളെപ്പോലെ പോഡ്കാസ്റ്റിൻ്റെ സൗണ്ടിൽ മറ്റേ ഗ്രെയിൻസ് ഉണ്ടോ, എരപ്പുണ്ടോ എന്നൊക്കെ നോക്കി അതിനെ ട്വീക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. 250 ohmസിൻ്റെ ഇതാണ് വരുന്നത്. അതായത് നല്ല രീതിയിലുള്ള ഒരു ആംപ്ലിഫയറിലോട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോളിയൊക്കെ അപ്പുറത്ത് റേഞ്ചിൽ നിൽക്കും. ഇതിൻ്റെ ഒരു 48 ohmസിൻ്റെ സാധനമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത്
ഇത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ പുതിയ വെർഷൻ ഉണ്ട്, ഒരു എക്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ 770 Pro X എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് മിനി SLR വെച്ചിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. മറ്റേ വലിയ കണക്ടർ ഉണ്ട് കേട്ടോ, അത് നമുക്ക് പെട്ടി തന്നെ കിട്ടും. നമുക്കിങ്ങനെ ഇത് ചെയ്തിട്ട് മറ്റേ വലിയ കണക്ടറും നമുക്ക് ഇതിലോട്ട് അവർ തരുന്നുണ്ട്. സോ ഇത് ക്ലാരിറ്റി, ഇത് ഞാൻ പറയാം, ഇത് ബേസ് ഹെവി ആണോ എന്നൊക്കെ, ഇതിന് ആവശ്യത്തിനുള്ള ബേസ് കിട്ടും. പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മ്യൂസിക്, മറ്റേ ഇൻസ്ട്രുമെൻ്റൽ സെപ്പറേഷൻ, ട്രെബിള് തുടങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്ക് നല്ല ജില്ലെന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആൻഡ് ബെയർ ഡൈനാമിക്സിൻ്റെ ഈ സാധനം 770 പ്രോയും നല്ലതാണ്. ക്ലോസ്ഡ് ബാക്ക് ആയതുകൊണ്ട് അത്യാവശ്യം നമ്മളുടെ ഈ പറയുന്ന ഇത് ബാക്ക്ഗ്രൗണ്ട് ഈ നമ്മുടെ നോയ്സസ് ഉണ്ട്, അത് കട്ട് ചെയ്യും. ഓപ്പൺ ബാക്കിൽ അതില്ല നമുക്ക്. പിന്നെ ഗെയിമേഴ്സിനും ഈ സാധനം പൊളപ്പനാണ്. അയ്യോ മോനെ, ഫുഡ് സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ, അത് ഭയങ്കര രസം. പിന്നെ നല്ലൊരു കുഷനിങ് ആണ് അവർ തരുന്നത്. നമുക്ക് കുറേ നേരം വെച്ച്, അത് പറഞ്ഞു, ഇത് മെയിൻലി മോണിറ്ററിങ്ങിനും അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹെഡ്സെറ്റാണ്. അപ്പം നമ്മൾ ലോങ് ടൈം നമ്മൾ ചെവിയിൽ വെച്ചുകൊണ്ടിരുന്നാലും നമുക്കിതിൽ വലിയ പ്രശ്നം നമുക്ക് ഫീൽ ചെയ്ത്, നമുക്ക് മറ്റേ ചെവി ചൂടാകുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ചെവി വേദനിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഭയങ്കര നല്ലൊരു ക്ലോത്തിൻ്റെ ഒരു പാഡാണ് അവർ കൊടുത്തേക്കുന്നത്, മറ്റേ ഈ സാധനം കുഷനിങ്. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. നമ്മൾ പാട്ട് കേൾക്കാനാണെങ്കിലും അത്യാവശ്യം കേൾക്കാം. പക്ഷേ ഒരിക്കലും ഈ ഒരു എയർപോഡ്സ് മാക്സിൻ്റെയൊക്കെ ആ ഒരു സാധനം ഒന്നും കിട്ടൂല കേട്ടോ. ഇത് പാട്ട് കേൾക്കാനുള്ളതല്ല, ഇത് പാട്ട് ഉണ്ടാക്കുന്നവർക്ക് അവരുടെ മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ ഓരോ തരി ആ സൗണ്ടൊക്കെ ഇങ്ങനെ അതൊക്കെ കിട്ടും. എന്തെങ്കിലും പ്രശ്നം വന്നാലും അവിടെ എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തുള്ള ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത്. ബെയർ ഡൈനാമിക്സ് ഇസ് ലെജൻഡറി. ജർമ്മൻ മെയ്ഡാണ്. 100 വർഷത്തെ ഇതാണ് എന്താ പാരമ്പര്യം, തറവാടിയാ പുള്ളി. ഇത് നമുക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും, ഇതൊക്കെ നമുക്ക് ഊരാം, ഇതൊക്കെ നമുക്ക് അഡീഷണലി മേടിക്കാൻ പറ്റും. നമുക്ക് ഈ പറയുന്ന ഈ സാധനം നമുക്ക് അഡീഷണൽ മേടിക്കാൻ പറ്റും. സോ ഇതിലുള്ളൊരു ആകെ ഡിഫക്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വയർ ഊരാൻ പറ്റില്ല. മറ്റേതാകുമ്പോൾ വയറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും നമുക്ക് ഇത് പെട്ടെന്ന് അങ്ങ് മാറ്റിയാൽ മതി. ഇവിടെ വരുമ്പോൾ ആ പ്രശ്നം വരും. പക്ഷേ നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വർഷക്കണക്കിന് നിൽക്കും ഈ സാധനം. ഞാൻ എത്രയോ ആൾക്കാർ നിങ്ങൾക്ക് ചോദിക്കാൻ മനസ്സിലാവും ബെയർ ഡൈനാമിക്സിൻ്റെ ഗുണം എന്തിനാണെന്ന്. അപ്പോൾ ഇത്രയും സാധനമാണ് വന്നത്. ഇനി ഒരു സാധനം കൂടെ വരാനുണ്ട്, സ്റ്റാൻഡാണ്. അതായത് മൈക്ക് വെക്കുന്ന സാധനം. അത് റോഡിൻ്റെ തന്നെ DS2 എന്ന് പറയുന്ന സ്റ്റാൻഡാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. DS1 ഉണ്ട്. DS1 എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിയാണ്. മറ്റേ DS2 ഒരു ഇങ്ങനെ പോണ ഒരു സാധനവും കൂടെ വരും. അതാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ബെറ്ററാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ഇങ്ങനത്തെ മൈക്കിൽ എന്ന് പറയുമ്പം അതായത് നമ്മൾ ഡയറക്റ്റ് മൈക്കിൻ്റെ അവിടെ നിന്ന് സംസാരിക്കണം. അത് നമ്മുടെ നടുക്കായിരിക്കണം മൈക്ക്. നമുക്ക് സൈഡിൽ അങ്ങനെ വെക്കരുത് ഒരിക്കലും. മൈക്ക് ഒരു പോയിന്റ് വരെ ഞാൻ പറയും നമ്മുടെ വായിൻ്റെ ഇതിലോട്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന മൈക്കിൻ്റെ ബൂം വരാനുള്ളത്. മറ്റേത് ചില മൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് മൊത്തം ക്യാപ്ചർ ചെയ്യും, എല്ലാം അങ്ങ് ഒപ്പിയെടുക്കും. ഇപ്പം ഇതുപോലെയൊക്കെ ഇപ്പോൾ ഈ ഇരിക്കണ സാധനമല്ലേ, ഇതുപോലെയല്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചാലേ നമുക്ക് അതിൻ്റെ പെട്ടെന്നുള്ള ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. പിന്നെ ഈ പോഡ് മൈക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു സാധനം ഉണ്ടേ, മറ്റേ കണ്ടൻസർ എന്തോ തന്നെ പറഞ്ഞ ഒരു മറ്റേ നമ്മളൊരു സ്പോഞ്ച് പോലെ ഇരിക്കുന്ന സാധനമില്ല, അത് വെച്ചില്ലെങ്കിൽ പ്രഭാകരൻ എന്നും ഭാസ്കരൻ എന്നൊക്കെ പറയുന്നതൊക്കെ ചിലപ്പം ഒരു ഇറിറ്റേഷൻ പോലെ നിങ്ങൾക്ക് തോന്നാം. നമുക്കത് വലിയ ഇറിറ്റേഷനായിട്ട് തോന്നാം. വെച്ചാൽ ഈ സായിപ്പന്മാർ പറയുന്നത് ഭീ സൗണ്ടൊക്കെ പതറും. അത് മറ്റേ അത് വെച്ചാൽ മതി, ആ സ്പോഞ്ച് വെച്ച് കഴിഞ്ഞാൽ പ്രഭാകര എന്നൊക്കെ പറയാം, കുഴപ്പമൊന്നുമില്ല. ഇത്രയും സാധനമാണ് ഞാൻ മേടിച്ചത്. ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഒരു ഡെമോ അടുത്ത ഒരു ഇതിൽ കാണിച്ചൊരു സൗണ്ട് ക്ലാരിറ്റി എന്താണെന്ന് ഐ വിൽ ഷോ യു ഇൻ ദി അടുത്ത പോർഷൻ. ഓക്കെ, ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ മൈക്ക് സ്റ്റാൻഡ് വന്നു, റോഡ് എക്സ് എന്ന് പറയുന്ന സാധനം, സ്ട്രീമർ എക്സ് എന്ന് പറഞ്ഞ സാധനം കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ഔട്ടായിരിക്കും നമ്മൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാം. നമ്മൾ എവിടെയെങ്കിലും പതർച്ചയുണ്ടോ, ഗ്രെയിനിയാണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു സാധനത്തോടെ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രഭാകരൻ, ഭരതൻ എന്നൊക്കെ പറയുമ്പം ഭയങ്കരമായിട്ട് അത് കയറിപ്പോവും. അതല്ലാത്ത വശം ഈ ഒരു എഫക്റ്റായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ മൈക്കിലോട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറയാം, നമുക്ക് ഒരുപാട് അല്ലാത്ത സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്. മരുന്ന് റോഡ് സെൻട്രൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ട്വീക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഈ ഞാൻ മേടിച്ച് വെച്ചേക്കണതിൻ്റെ വാപ്പയുണ്ട് ഒരെണ്ണം, അത് ഇതിൽ നിന്നും വിലയാവും.
ഭയങ്കര വിലയാണ്. ആ സാധനം മേടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. വേറെ ലെവൽ ഒരു ഐറ്റം ഉണ്ട്, ഒരു ട്യൂൺ ചെയ്യുന്ന ഒരു സാധനം റോഡിൻ്റെ തന്നെ. അപ്പോൾ തൽക്കാലം ഇതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. നമ്മളെ എൻ്റെ ഈ സൗണ്ട് കേൾക്കാമല്ലേ, ഇത് ധാരാളം. ഈ ആൾക്കാരൊക്കെ പ്രൊഫഷണൽ ലെവലിൽ വരെ പോഡ് മൈക്കായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ റോഡിൻ്റെ ഒരു സാധനം. അല്ലാത്തവർക്ക് ഓഡിയോ ടെക്നിക്കേ ഉണ്ട്, ഷൂറിൻ്റെ സാധനമുണ്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്, കാശ് അനുസരിച്ചിട്ട് മേടിക്കുക. അപ്പോൾ എന്തിനാണെങ്കിലും എൻ്റെ കാശിൻ്റെ സെറ്റപ്പിൻ്റെയൊക്കെ വെച്ചിട്ട് തന്നെ ഇപ്പം തന്നെ ഷെഡിയും സകലതും കീറിയിട്ടാണ് ഞാൻ ഇത് മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് നമുക്ക് കാണാടെ. അപ്പോൾ എന്തിനാണെങ്കിൽ ഇതായിരിക്കും ഇനി തൊട്ട് നമ്മളിപ്പോൾ ലൈവൊക്കെ വരികയാണെങ്കിൽ തന്നെ ഈ ഒരു റേഞ്ച് ഓഫ് ക്വാളിറ്റി ആയിരിക്കും സൗണ്ടിൽ വരാൻ പോകുന്നത്. ബാക്കി കാര്യമൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു USB Type-C വെച്ച് പറഞ്ഞൊരു മൈക്കുണ്ട്. അത് വെച്ച് വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ലാപ്ടോപ്പിലോട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് മൈക്കിൻ്റെ യൂസേജ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരു അഡീഷണൽ പ്രിയാമ്പ് പോലത്തെ ഒരു സാധനം മേടിച്ചാലേ ഇങ്ങനത്തെ മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഈ XLR എന്ന് പറഞ്ഞ വയറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരി എന്നാൽ.